ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഇന്ന് നമുക്ക് കർക്കിടക മാസം 6-ാം ദിവസമാണ്. നമുക്ക് അർത്ഥമൊന്നും പറയാതെ ഇത് അന്നെന്നുള്ള ദിവസേന വായിക്കണം എന്ന് തോന്നുന്നവർക്ക് വേണ്ടി വായിക്കുന്നു. സൗണ്ട് അടപ്പുള്ളതുകൊണ്ട് അർത്ഥം പറയാതെ അന്നേരം എന്നാലേ ഇത് വായിക്കാൻ പറ്റൂ. പറയാനുള്ള തൊണ്ട വയ്യാത്തതുകൊണ്ട് അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി മാത്രം ഇടുന്നു. അർത്ഥം കൂടെ വേണ്ടുന്നവർക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഇത് 6-ാം ദിവസം എത്രമാത്രം വായിക്കണം എന്നുള്ളവർക്ക് വേണ്ടി മാത്രം ഇടുന്നു. അതായത് അങ്ങനെ ഒരു കൃത്യനിഷ്ഠതകൾക്ക് കാണുമല്ലോ. അതുകൊണ്ട് അധ്യാത്മരാമായണം, കിളിപ്പാട്ട്, അയോധ്യാകാന്ഡം നമുക്ക് സ്തുതിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ. നാരായണായ നമോ. നാരായണായ നമോ. നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഇന്ന് നമുക്ക് വായിക്കാനുള്ള ഭാഗമാണ് വായിക്കുന്നത്. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്ര അഭിഷേകം കഴിച്ചിടുമെന്നുമേ. കേകയപുത്രി വശഗതനായ ആകുലമുള്ളിൽ വളരുന്നതേറ്റവും. ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചിടുക അംബികെ. കാമുകനല്ലോ നൃപതി ദശരഥൻ, കാമിനി കൈകേയി ചിത്തമെന്തീശ്വര. നല്ലവണ്ണം വരുത്തണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം. ശ്രീരാമ അഭിഷേക വിഘ്നമാണ്. വാനവരെല്ലാരും ഒത്ത് നിരൂപിച്ചു, വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു. ലോകമാതാവേ സരസ്വതി ഭാരതി, വേഗാൽ അയോധ്യയ്ക്ക് എഴുന്നള്ളുക വേണം. രാമ അഭിഷേക വിഘ്നം വരുത്തിടുവാനാം അവരാരും മറ്റില്ല നിരൂപിച്ചാൽ. ചെന്നുടൻ മന്ധര തന്നുടെ നാവിന്മേൽ തന്നെ വസിച്ച് അവളെ കൊണ്ട് ചൊല്ലിച്ചു. പിന്നെ വിരവോട് കൈകേയെ കൊണ്ട് തന്നെ പറയിച്ചു കൊണ്ട് മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുതെന്ന് അമരന്മാർ പറഞ്ഞോരനന്തരം. വാണിയും മന്ധരതൻ വാദനാന്തരേ വാണിടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമായി. അപ്പോൾ ത്രിവിക്രയാം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടു കൈകേയി താനും അവളോട് ചൊല്ലിനാൾ. മന്ധരെ ചൊല്ലു നീ രാജ്യം എല്ലായിടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ. നാളികലോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്ന് നിർണയം. ദുർഭഗേ മൂഢേ മഹാഗർവിതേ, കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടുന്നറിയാതെ ഏറിയൊരു ആപത്ത് വന്നെടുത്തു. നിനക്കാരും ഒരു ബന്ധുവില്ലെന്ന് നിർണയം. രാമ അഭിഷേകം അടുത്ത നാളുണ്ടടോ, കാമിനിമാർ കുലമൗലിമാണിക്യമേ. ഇത്തം അവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചുദ്ധാനവും ചെയ്തു കേകയപുത്രിയും. ചിത്രമായൊരു ശാമീകര നൂപുരം ചിത്തമോതിന് നൽകിയിടിനാളാദരാൽ. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കിൽ എന്തൊരു താപം ഉപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ല. അതിനൊരു അവകാശമേതു നിരൂപിച്ചാൽ. എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയുമില്ല മറ്റോർക്ക നീ. അത്രയുമല്ല, ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹം എനിക്കേറും. രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറുന്നൂനമില്ലൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിയ നീ. നല്ല വസ്തുക്കൾ എനിക്ക് തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമനന്ദനൻ. ഇഷ്ടമില്ലാതൊരു വാക്കു പറകയിലൊട്ടുമേ ഭേദം അവനില്ലൊരിക്കലും. അശ്രാന്തം എന്നെ അത്രേ പടികൂടാതെ ശുശ്രൂഷ ചെയ്ത് ന്യായം പ്രീതിപൂർവകം
മൂഢേ നിനക്കെന്തു രാമങ്ങൾ നിന്നൊരു പേടി ഉണ്ടാവാൻ അവകാശമായതും? സർവജനപ്രിയനല്ലോ മമാത്മജൻ, നിർവൈരമാനസൻ, ശാന്തൻ, ദയാപരൻ. കേകയപുത്രതൻ വാക്കുകൾ കേട്ടവൾ ആകുല ചേതസാ പിന്നെയും ചൊല്ലിനാൾ. പാപേ മഹാഭയകാരണം കേൾക്ക നീ, ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞില്ലേ? തൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നെയും നൃപന്മാതുലനെ കാണുന്നതിനായി അയച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ടു തന്നെ ഇതും. രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യ അനുഭൂതി സൗമിത്രിക്കു നിർണയം. ഭാഗ്യമത്രേ സുമിത്രയ്ക്ക് അതും കണ്ടു നിർഭാഗ്യയായൊരു നീ ദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക. കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചു കൊണ്ട് പൊറുക്കുന്നതും വരും. ഭാവിക്കയും വേണ്ട രാജ്യത്വം ഏതുമേ നാട്ടിൽ നിന്ന് ആട്ടിക്കളകലും ഒരു വാട്ടം വരാതെ വധിച്ചിടുകലുമാം. സാ പത്നജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴുകയിൽ നല്ലു മരണം അതിനില്ല സംശയം. ചൊല്ലുവൻ ഞാൻ തവ നല്ലത് കേൾക്ക നീ, ഉത്സാഹമുണ്ട് നിനക്കെങ്കിൽ ഇക്കാലം. തൊൽസുതൻ തന്നെ വാഴിക്കും നരവരൻ രാമൻ ഈരേഴാണ്ട് കാനനവാസവും ഭൂമി പാലാജ്ഞയാ ചെയ്യുമാറാക്കണം. നാടടക്കം ഭരതനു വരും അതിപ്രൗഢ കീർത്തിയാ നിനക്കും വസിക്കാം ചിരം. വേണമെന്നാകിൽ ഇതിനൊരുപായവും പ്രാണസമേതവ ചൊല്ലിത്തരുവൻ ഞാൻ. മുന്നം അസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രൻ അർത്ഥിക്കയാൽ മന്നവൻ ശാപബാണങ്ങളും കൈക്കൊണ്ട് തന്നോട് സൈന്യ സമം തേരിലേറിനാൻ നിന്നോട് കൂടവേ. വെണ്ണിലകമ്പുക്ക് സന്നദ്ധനായി ചെന്ന് അസുരരോടേറ്റപ്പോൾ ചിഹ്നമായി വന്നു. യഥാ അക്ഷകീലം പോരില്ലെന്നതറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരം കീലരന്ധത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ ധൈര്യേണ നീ ചിത്രമത്രേ പതി പ്രാണ രക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധനിവൃത്തനായ ഒരു ദശാന്തരേ. നിൻ തൊഴിൽ കണ്ട അതിസന്തോഷം ഉൾക്കൊണ്ടു ചെന്തളർമേനി പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞതു ഭൂപനും. നിൻ ചരിതം നന്നു നിരൂപിച്ചാൻ 2 വരം തരാം നീ എന്നെ രക്ഷിച്ചുകൊണ്ട് അതുമൂലം ഭരിച്ചുകൊണ്ടാലും നീ. ഭർതൃവാക്യം കേട്ടു നീ അന്നേരത്ത് ചിത്തസമ്മോദം കലർന്നു ചൊല്ലിയിടിനാൾ. ദത്തമായൊരു വരദ്വയം സാദരം ന്യസ്തം ഭവതി മയാ നൃപതീശ്വര. ഞാൻ ഒരവസരത്തെങ്കിൽ അപേക്ഷിച്ചാൽ ഊനം വരാതെ തരികെന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്ന് അപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ. ഞാനും മറന്നു കിടന്നിതോ മുന്നമേ മാനസേ തോന്നി ബലാലീശ്വരാജ്ഞയാ. ധീരതയോടിനി ക്ഷിപ്രം ഇപ്പോൾ ക്രോധാകാരം പ്രവിശ കോപേന കിടക്ക നീ. ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞ് അതിശോഭ പൂണ്ടൊരു കാർകൂന്തലും അഴിച്ചിട്ട് ഭൂമേനിയും പൊടി കൊണ്ടങ്ങ് എണിഞ്ഞിഹ ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞ് കൊണ്ടർത്ഥിച്ചു കൊള്ളുക വരദ്വയം. ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം. മന്ധര ചൊന്ന പോലെ അതിനേതുമൊന്നന്തരം കൂടാതെ ചെന്നു കൈകേയും പഥ്യമിതൊക്കെ തനിക്കെന്ന് കൽപ്പിച്ചു ചിത്തമോഹേന കോപാലയെ മേവിനാൾ. കൈകേയി മന്ധരയോട് ചൊന്നാളിനി രാഘവൻ കാനനത്തിന് പോവോളവും ഞാൻ ഇവിടെ കിടന്നിടുവൻ, അല്ലായെങ്കിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഭൂപരിത്രാണാർത്ഥമിന്നു ഭരതന് ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്ക് ഭോഗാർത്ഥമായി നൽകുവൻ 100 ദേശങ്ങൾ, അതിനില്ല സംശയം. ഏതും ഇതിനൊരിളക്കം വരായെങ്കിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ധര. പിന്നെ ഔവണ്ണം അനുഷ്ഠിച്ചു രാജ്ഞിയും. ധീരനായി ഏറ്റം ദ്വയാന്വിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശിക വാക്യസ്ഥിതനായി സുശീലനായ ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നങ്ങ് ഇരിക്കലും ദുഷ്ടസംഘം കൊണ്ട് കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം. ദുർജന സംസർഗം ഏറ്റവും അകലവേ വർജിക്ക വേണം പ്രയത്നേന തൽപുമാൻ. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജ നേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രി പ്രഭുതികളോടും പറഞ്ഞുകൊണ്ട് അന്തഃപുരമകം പുക്കരുളിയിടിനാൻ. അന്നേരം ആത്മപ്രിയതമയാകിയ തന്നുടെ പത്നിയെ കാണായ കാരണം എത്രയും വിഹുലനായൊരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ചത് ഈ ദൃശം.
മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധോ മന്ദസ്മിതം ചെയ്ത് അരികെ വരും പുര. സുന്ദരിയാം അവൾ ഇന്നെങ്ങു പോയിനാൾ, മന്ദമാകുന്നിതു ഉന്മേഷമെൻ മാനസേ. ചൊല്ലുവിൻ ദാസികളെ ഭവൽ സ്വാമിനി, കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാൾ. ഏവന്നരപതി ചോദിച്ച നേരത്ത് ദേവി തന്നാളികളും പറഞ്ഞിടിനാർ. ക്രോധാലയം പ്രവേശിച്ച് അതിന്മൂലം ഏതും അറിഞ്ഞില്ല ഞങ്ങളോ മന്നവ. തത്ര ഗത്വാ നിന്തിരുവടി ദേവിതൻ ചിത്തം അനുസരിച്ചിടുക വൈകാതെ. എന്നതു കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങരികത്തിരുന്നു സസംഭ്രമം. മന്ദമന്ദം തലോടി പ്രിയേ സുന്ദരി ചൊല്ലുചൊല്ലെന്തിതു വല്ലഭേ. നാഥേ വെറുനിലത്തുള്ള പൊടി അണിഞ്ഞാതങ്കമോട് കിടക്കുന്നത് എന്തു നീ. ചേതോ വിമോഹന രൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്തെന്നോട് ചൊൽകടോ. പ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കടോ. നാരികളോ നരന്മാരോ ഭവതിയോടാരൊരു വിപ്രിയം ചെയ്തതു വല്ലഭേ. ദണ്ഡ്യനെന്നാകിലും മധ്യനെന്നാകിലും ദണ്ഡം എനിക്കതിനില്ല നിരൂപിച്ചാൽ. നിർധനൻ എത്രയും ഇഷ്ടം നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വയ്പ്പൻ അവനെ ഞാൻ. ബദ്ധനെ നൂനം അവധ്യനാക്കിടുവൻ, ബദ്ധനാക്കിയിട അവധ്യനെ വേണ്ടുകിൽ. നൂനം നിനക്ക് അധീനം മമ ജീവനം, മാനിനീ ഖേദിപ്പതിനെന്തു കാരണം. പ്രാണനേക്കാൾ പ്രിയതമനാകുന്നത് ഇപ്പോൾ എനിക്ക് മൽപുത്രനാം രാഘവൻ. അങ്ങനെയുള്ള രാമൻ മമ നന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണ് ഞാൻ. അങ്കനാരത്നമേ ശൈവൻ തവഹിതം ഇങ്ങനെ ഖേദിപ്പയാകമാം വല്ലഭേ. ഇത്തം ദശരഥൻ കൈകേയി തന്നോട് സത്യം പറഞ്ഞ് അത് കേട്ടു തെളിഞ്ഞവൾ. കണ്ണുനീരം തുടച്ചുദ്ധാനവൻ ചെയ്തു മന്നവൻ തന്നോട് മന്ദം ഉര ചെയ്താൾ. സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞത് നേരെങ്കിൽ എന്നുടേ പഥ്യമായുള്ളതിനെ പറഞ്ഞിടുവൻ. വ്യർത്ഥമാക്കിയിടായ സത്യത്തെ മന്നവ. എങ്കിലോ പണ്ട് അസുരായോധനെ സങ്കടം തീർത്ത് രക്ഷിച്ചേൻ ഭവാനെ ഞാൻ. സന്തുഷ്ട ചിത്തനായ അന്ന് ഭവാൻ മമ ചിന്തിച്ചു 2 വരങ്ങൾ നൽകിയില്ലയോ. വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്ന് വീണ്ടും വരങ്ങൾ തരികെന്ന് ചൊല്ലി ഞാൻ. വേണ്ടുന്ന നാൾ അപേക്ഷിക്കുന്നതുണ്ടെന്ന് വീണ്ടും വരങ്ങൾ തരികെന്ന് ചൊല്ലി ഞാൻ വച്ചിരിക്കുന്നു ഭവാങ്കൽ. അത് 2 ഇച്ഛയുണ്ട് ഇന്ന് വാങ്ങിയിടുവാൻ ഭൂപതി. എന്നതിലൊന്ന് രാജ്യാഭിഷേകം ഭവാൻ ഇന്ന് ഭരതന് ചെയ്യണം എന്നതും, പിന്നെ മറ്റേത് രാമൻ വനവാസത്തിൽ ഇന്ന് തന്നെ ഗമിക്കണമെന്നുള്ളതും. ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ട് താപസ വേഷം ധരിച്ചു വനാന്തരേ കാലം 14 വത്സരം വാഴണം. മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ. ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം, രാമൻ ഉഷസി വനത്തിന് പോകണം. എന്നിവ 2 വരങ്ങളും നൽകുകിൽ ഇന്നു മരണം എനിക്കില്ല നിർണയം എന്ന് കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാൻ അവനിയിൽ. വജ്രമേറ്റ് അദ്രി പതിച്ച പോലെ ഭൂവി സജ്ജര ചേതസാ വീണതു ഭൂവനും. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്ത് കണ്ണുനീർ വാർത്തു വിറച്ചു നിർവാധിപൻ. ദുസ്സഹ വാക്കുകൾ കേൾക്കായതെന്തയ്യോ, ദുസ്വപ്നമാഹന്ത കാണുകയോ ഞാനിക. ചിത്തഭ്രമം ബലാലുണ്ടാകയോ, മമ മൃത്യുസമയം ഉപസ്ഥിതമാകയോ. കിമേതൽകൃതം ശങ്കര ദൈവമേ, പങ്കജലോചനാഹ പരബ്രഹ്മമേ. വ്യാഘ്രിയെ പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയി തൻ മുഖം നോക്കി ഭയം പൂണ്ടു. ദശരഥൻ ദീർഘമായി വീർത്തേവം ഉര ചെയ്തു. എന്തിവണ്ണം പറയുന്നത് ഭദ്രേ നീ, എന്തു നിന്നോട് പിഴച്ചതു രാഘവൻ. പ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ ഉര ചെയ്വതിനെന്തു കാരണം. എന്നോട് രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞല്ലോ കേൾക്കൂ ഞാൻ. എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിൽ ഒരു ഭേദം ഒരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു. നിനക്കിന്ന് ഇത് തോന്നുവാൻ എന്തൊരു കാരണം. നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ, ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ. രാമനാൽ ഏതും ഭയം നിനക്കുണ്ടാകാ ഭൂമിപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു പോച്ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും. നേത്രങ്ങളും ചുമപ്പിച്ചു കൈകേയിയും ധാത്രീപതീശ്വരനോട് ചൊല്ലിയിടിനാൾ. ഭ്രാന്തനെന്നാകയോ ഭൂമിപതേ, ഭവാൻ ഭ്രാന്തി വാക്യങ്ങൾ ചൊല്ലുന്നത് എന്തിങ്ങനെ. ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാൽ. പങ്കജനേത്രനാം രാമൻ ഉഷസിന് ശങ്കാവിഹീനം വനത്തിന് പോകായെങ്കിൽ എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ. മന്നവൻ മുൻപിൽ നിന്നില്ലൊരു സംശയം. സത്യസന്ധൻ ഭുവി രാജ ദശരഥൻ എത്രയോ എന്നുള്ള കീർത്തി രക്ഷിക്കണം. സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖ അനുഭൂതി ഉണ്ടാക്കേണ്ട. രാമോ ഉപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമിപതേ വൃഥാ മിഥ്യയാക്കിയിടൊല.
കൈകേയി തന്നെ നിർബന്ധവാക്യവും രാഘവനോട് വിയോഗം വരുന്നതും ചിന്തിച്ച് ദുഃഖസമുദ്രയെ നിമഗ്നനായി സന്താപമോട് മോഹിച്ചു വീണിടിനാൻ. പിന്നെ ഉണർന്നിരുന്നും കിടന്നും മകൻ തന്നെ ഓർത്തും പറഞ്ഞും കരഞ്ഞും സദാ രാമരാമേതി രാമേതി പ്രലാപേന യാമിനി പോയത് വത്സരതുല്യമായി. ചെന്നാരരുണോദയത്തിന് സാദരം വന്തികൾ ഗായകന്മാർ എന്നിവരെല്ലാം മംഗല വാദ്യ സ്തുതി ജയ ശബ്ദങ്ങൾ സംഗീത ഭേദങ്ങൾ എന്നിവറ്റെ കൊണ്ടും പള്ളിക്കുറിപ്പുണർത്തിയിടിനാൻ അന്നേരം ഉള്ളിലുണ്ടായ കോപേന കൈകേയും ക്ഷിപ്രം അവരെ നിവാരണവും ചെയ്താൾ. വിഭ്രമം കൈക്കൊണ്ടുനിന്നാരവറുകളും. അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ഭൂമി ദേവന്മാരും ഭൂമി പാലന്മാരും ഭൂമി വൃഷലാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭ തേടുന്ന വെൺകൊറ്റക്കുട തഴ ചാമരം താലവൃന്ദം കൊടി തോരണം ചാമികരാഭരണാദ്യ അലങ്കാരവും വാരണവാജി രഥങ്ങൾ പതാതിയും വാരനാരീജനം പൗരജനങ്ങളും ഹേമരത്നോ ഉജ്ജ്വല ദിവ്യ സിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റം ഒഴിഞ്ഞാശു സംഭരിച്ചിടിനാൻ. സ്ത്രീ ബാലവൃദ്ധാവധി പുരവാസികൾ ആബദ്ധ കൗതൂഹലാബ്ധി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ചീർത്ത പരമാനന്ദത്തോട് മേവിനാർ. നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മല രത്നകിരീടം അണിഞ്ഞതി രമ്യമകര ആയുധമണി കുണ്ഡല സംമുക്ത ശോഭിത ഗണ്ഡ സ്ഥലങ്ങളും പുണ്ടരീകച്ചതലോചന ഭംഗിയും പുണ്ടരീകാരാദി മണ്ഡല തുണ്ടവും ചന്ദ്രികാ സുന്ദര മന്ദസ്മിതാഭയും കുന്ദമുകുന്ദ സമാന ദന്തങ്ങളും ബന്ധുകസൂന സമാന അധരാഭയും കന്ധര രാജിത കൗസ്തുവരത്നവും ബന്ധുരാഭം തിരുമാറും ഉദരവും സന്ധ്യാഭ്ര സന്നിഭ പീതാംബരാഭയും പൂഞ്ചേല മീതെ വിളങ്ങി മിന്നിടുന്ന കാഞ്ചന കാഞ്ചികളും തനുമധ്യവും കുംഭികുലോത്തവൻ തുമ്പിക്കരം കൊണ്ട് കുമ്പിട്ടു കൂപ്പിയുടെ ഊരുകാണ്ഡങ്ങളും കുംഭീന്ദ്ര മസ്തക സന്നിഭ ജാനു അംഭോജ ബാണ നിഷാംഗ ആഭജംഘയും നിഷങ്കാഭജംഘയും കമ്പം കലർന്ന് കമടപ്രവരനും കുമ്പിടുന്നൊരു പുറവടി ശോഭയും അംഭോജതുല്യമാ അംഘ്രിതലങ്ങളും ജംഭാരി രത്നം തൊഴും തിരുമേനിയും ഹാരകടകവലയാകുലിയാദി ചാരുതരാഭരണാവലിയും പൂണ്ട് വാരണ വീരൻ കഴുത്തിൽ തിറത്തോട് ഗൗരാത പത്രം ധരിച്ചരികെ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മീ നിവാസനാം രാമചന്ദ്രമുത കാണായി വരുന്നു. നമുക്കിനി എന്നിതം മാനസതാൽ കൊതിച്ചു നമുക്കെല്ലാം ഷോണീപതി സുതനാകിയ രാമനെ കാണായി വരും പ്രഭാതേ ബദ നിർണയം. രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്ന് തീർത്ത വിഷാദമോട് ഔത്സുക്യം ഉൾക്കൊണ്ട് മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്ത് ആനന്ദപൂർണ്ണ അമൃതാബ്ധിയിൽ വീണും ഒഴുകിയും പിന്നെയും പൊങ്ങിയും വാണിടിനാർ പുരവാസികൾ ആദരാൽ. വിച്ഛിന്ന അഭിഷേകം. അന്നേരം ആദിത്യന് ഉദിച്ചിടിനാൻ മന്നവൻ പള്ളിക്കുറിപ്പുണർന്നീൽ ഇന്നും എന്തൊരു മൂലം അതിനൊന്ന് മാനസേ ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രനും അന്തഃപുരം അകമ്പുക്കാൻ അതിദ്രുതം. രാജീവമിത്ര ഗോത്രോ ഉത്ഭവോദ ഭൂപതേ രാജരാജേന്ദ്ര പ്രവരാജയ ജയ യുദ്ധം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ച് ഉദ്ധാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്ത് പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്ത ആകുലതയാ കണ്ടു സുമന്ത്രനും. സത്വരം കൈകേയി തന്നോട് ചോദിച്ചാൻ ദേവനാരീ സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം. ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്ന് മഹാരാജ വല്ലഭേ ചൊല്ലുകന്നോടെന്ന് കേട്ടു കൈകേയും ചൊല്ലിനാൾ ആശു സുമന്ത്രനോട് അന്നേരം. ധാത്രീപതീന്ദ്രൻ നിദ്രയുണ്ടായില്ല രാത്രിയിൽ എന്നത് കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞതും തന്നെ ചിത്തത്തിന് അസ്വതന്ത്രത്വം ഭവിക്കയാൽ രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സിൽ ചിന്തിക്കയും ബുദ്ധിൽ പ്രജാകര സേവയും ചെയ്യുകയാൽ അത്യന്തം ആകുലനായതു മന്നവൻ. രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രന് രാമനെ ചെന്ന് വരുത്തുക വൈകാതെ എന്നതു കേട്ട് സുമന്ത്രനും ചൊല്ലിനാൻ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ. രാജവചനം അനാകരണ ഞാനിക രാജീവലോചനെ പോകുന്നത് എങ്ങനെ എന്നതു കേട്ട ഭൂപാലനും ചൊല്ലിനാൻ ചെന്നു നീ തന്നെ വരുത്തുക രാമനെ. സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തൻ മുഖം വൈകാതെ കാണണം എന്നതു കേട്ട് സുമന്ത്രനും ഉടറിപ്പോയി ചെന്ന് കൗസല്യ സുതനോട് ചൊല്ലിനാൻ.
താതൻ ഭവാനെയുണ്ടല്ലോ വിളിക്കുന്നു, സാദരം വൈകാതെ എഴുന്നള്ളുക വേണം. മന്ത്രിപ്രവര വാക്യം കേട്ടു രാഘവൻ മന്ദേതരം അവൻ തന്നോട് കൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമവിവശനാം താതൻ മരുവേളും മന്ദിരേ ചെന്ന് പിതാവൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. രാമനെ ചെന്നെടുത്ത് ആലിംഗനം ചെയ്യുവാൻ ഭൂമിപൻ ആശു സമുദ്ധായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്ത് ദുഃഖേന മോഹിച്ച് ഭൂമിയിൽ വീണതു ഭൂവനും. രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിവനെ കണ്ടു വേഗന രാഘവൻ താതനെ ചെന്നെടുത്ത് ആശ്ലേഷവൻ ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങൾ അത് കണ്ട് അനന്തരം ആരുടെ ശോകാൽ വിലാപം തുടങ്ങിനാർ. രോദനം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും ഖേദനം മന്ദിരം പൊക്കിതു സത്വരം. ശ്രീരാമദേവനും ചോദിച്ചത് അന്നേരം കാരണം എന്തോന്നു താത ദുഃഖത്തിനു നേരെ അറിഞ്ഞവരെന്നതു നേരം പറഞ്ഞതു കേകയപുത്രിയും. കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം ചേതസി നീ നിരൂപിക്കിൽ എളുതിനി താതനും ദുഃഖ നിവൃത്തി വരുത്തുവാൻ. ഭർത്തൃദുഃഖ ഉപശാന്തിക്ക് കിഞ്ചിത് ത്വയാ കർത്തവ്യമായൊരു കർമ്മം എന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കി ഇടുക നീയത് ചിത്തഹിതം. നൃപതീന്ദ്രൻ നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നത് നീയല്ലോ. 2 വരം മമദത്തമായിട്ടുണ്ട് പണ്ടു നിൻ താതനാൽ സന്തുഷ്ട ചേതസ. നിന്നാലേ സാധ്യമായുള്ളോന്ന് അത് 2 ഇന്ന് തരേണം എന്നർത്ഥിക്കുകയും ചെയ്തേൻ. നിന്നോടത് പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതു താതൻ അറിയ നീ. സത്യപാശേന സമ്പദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന് യോഗ്യൻ ഭവാൻ. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തങ്ങളുടെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുത്ഭവൻ എന്നതറിയ നീ. മാതൃവചനശൂലാഭിഗതനായ മേദിനീപാലകുമാരനാം രാമനും എത്രയും ഏറ്റവും വ്യഥിതനായി ചൊല്ലിനാൻ ഇത്രയെല്ലാം പറയണമോ മാതാവേ. താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പതിനില്ല സംശയം. മാനസേ ഖേദം അതിനില്ല എനിക്കേതും. രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കൽ ത്യാജമെന്നാലെന്നറിയാ നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്ന ചൊല്ലുകിലും തക്ഷണം ഞാൻ ഉപേക്ഷിപ്പാൻ അറിയ നീ. പാവകൻ തങ്ങൾ പതിക്കണമെങ്കിലും ഏവം വിഷം കുടിക്കണമെന്നാകിലും താതൻ നിയോഗിക്കൽ ഏതുമേ സംശയം ചേതസി ചെറ്റിൽ എനിക്കെന്നറിയ നീ. താതകാര്യം അനാജ്ഞപ്തം എന്നാകിലും മോദന ചെയ്യുന്ന നന്ദൻ ഉത്തമൻ. പിത്രാനുയുക്തനായിട്ട് ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രൻ അറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യം എന്നാലേ കർത്തവ്യം അല്ലെന്ന് വച്ചങ്ങ് അടങ്ങുന്നവൻ. പിത്രോർമലമെന്ന് ചൊല്ലുന്നു സജ്ജനം യുദ്ധമെല്ലാം പരിജ്ഞാനം മയാധുന. ആകയാൽ താത നിയോഗം അനുഷ്ഠിപ്പാനാകുലമേതും എനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു 2 വരാ. രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയും രാമനോടാശ ചൊല്ലിനാളാതരാൽ. താതൻ നിനക്ക് അഭിഷേകാർത്ഥമായുടനാദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ട് അഭിഷേകം ഭരതന് ചെയ്യണം. 2ാം വരം പിന്നെ ഒന്നുണ്ട് വേണ്ടുന്നു. നീ 14 സംവത്സരം കാനനേ താപസേ വേഷണ വാഴുകയും വേണം. നിന്നോടത് നിയോഗിപ്പാൻ മടിയുണ്ട് മന്നവൻ ഇന്ന് അത് ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ. ഇന്നതിനെന്തൊരു വൈഷമ്യമായത് ചെയ്യുക അഭിഷേകം ഭരതനു ഞാൻ ഇനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ. എന്തത് എന്നോട് ചൊല്ലാനോ പിതാവ് അത് ചിന്തിച്ച് ദുഃഖിപ്പതിനെന്ത് കാരണം. രാജ്യത്തെ രക്ഷിപ്പതിന് മതി അവൻ രാജ്യം ഉപേക്ഷിപ്പതിന് ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പത് ദണ്ഡകവാസത്തിന് ഏറ്റവും എളുതല്ലോ. സ്നേഹം എന്നെക്കുറിച്ച് ഏറ്റവും എളുതല്ലോ. ദണ്ഡകവാസത്തിന് ഏറ്റവും എളുതല്ലോ. സ്നേഹം എന്നെക്കുറിച്ചേറും അമ്മയ്ക്ക് മദ്ദേഹം മാത്രം ഭരിക്കുന്ന വിധിക്കയാൽ. ആകാശഗംഗയെ പാതാള ലോകത്ത് വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീധരൻ തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂർവം തൃപ്തനാക്കിടിനാൻ. താതനു തന്നുടെ യൗവനം നൽകി നിരാനരയും വാങ്ങി ദിവ്യന്മാരായ പിതൃപ്രസാദത്തിനാൽ അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപിത ദുഃഖിപ്പതിനില്ല അവകാശവും. രാഘവവാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോട് ചൊല്ലിനാൻ. സ്ത്രീജിതനായ അതികാമുകനായൊരു രാജ അധമനാകും എന്നെയും വൈകാതെ പാശനെ ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ. ദോഷം നിനക്കതിനേതും അകപ്പെടാ.
അല്ലായെങ്കിൽ എന്നോട് സത്യദോഷം പറ്റും അല്ലോ കുമാര ഗുണാംബുധേ രാഘവ. പൃഥ്വീപതീന്ദ്രൻ ദശരഥനും പുനരുദ്ധം പറഞ്ഞു കരഞ്ഞു തുടങ്ങി ഞാൻ. ഹാ രാമ ഹാ ജഗന്നാഥ ഹാ ഹാ രാമ ഹാ രാമ ഹാ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നത് എങ്ങനെ, എന്നെ പിരിഞ്ഞ് നീ ഘോര മഹാവനം തന്നിൽ ഗമിക്കുന്നത് എങ്ങനെ നന്ദന എന്നിത്തരം പല ജാതി പറകയും കണ്ണുനീരാൽ ഓല വാർത്ത് കരകയും നന്നായി മുറുകെ മുറുകെ തഴുകയും പിന്നെ ചുടുചുടെ ദീർഘമായി വീർക്കയും ഹിനനായ ഒരു പിതാവിനെ കനുടൻ തന്നുടെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ട് കണ്ണും മുഖവും തുടച്ചു രഘൂത്തമൻ ആശ്ലേഷനീതി വാഗ്വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയ കോവിതൻ തഥാ. എന്തിനെൻ താതൻ ബൃഹൈവ ദുഃഖിക്കുന്നത് എന്തൊരു ദണ്ഡം ഇതിന് മഹീപതേ. സത്യത്തെ രക്ഷിച്ചുകൊള്ളുവാൻ ഞങ്ങൾക്ക് ശക്തി പോരാകയുമില്ലിതു രണ്ടിനും. സോദരൻ നാടു ഭരിച്ച് ഇരുന്നിടുക സാദരം ഞാൻ അരണ്യത്തിലും വാഴുവൻ. ഓർക്കിൽ ഈ രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തെങ്കിൽ വാണിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മം മാതാവ് എനിക്ക് വിധിച്ചത് നന്നല്ലോ. മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞിന് വൈകാതെ പോവതിനായി വരുന്നേൻ എന്നരുൾ ചെയ്തു. ദേവനും മാതൃദേഹം പുക്കതു നേരം ധാർമ്മികയാകിയ മാതാസു സമ്മതം ബ്രാഹ്മണരെ കൊണ്ട് ഹോമപൂജാദികൾ പുത്ര അഭ്യുദയത്തിനായിക്കൊണ്ട് ചെയ്യിച്ചു. വിത്തം അതീവ ദാനങ്ങൾ ചെയ്ത് ആദരാൽ ഭക്തി കൈക്കൊണ്ട് ഭഗവത് പദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ച് ഇളകാതെ നന്നായി സമാധി ഉറച്ചിരിക്കുന്ന നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികെ ചെന്ന് കൗസല്യയോട് അന്നേരം സന്തോഷമോട് സുമിത്ര ചൊല്ലിയിടിനാൾ. രാമൻ ഉപഗതനായത് കണ്ടീലേ ഭൂമിപാലപ്രിയെ നോക്കിയെടുക്കുന്ന അപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരൻ മുറുകെ പുണർന്നിടിനാൾ. പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്ന് കൊതൂഹലാൽ ഇന്ദീവര ദളശ്യാമ കളേവരം മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൾ. എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായത് പാരം വിശക്കയോ വന്നിരുന്നിട്ട് ഭുജിപ്പതിന് ആശു നീ എന്ന് മാതാവ് പറഞ്ഞു. ഒരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തരുടെ മാതാവിനോട് അരുളി ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രം അരണ്യവാസത്തിന് പോകണം. ഒരുപാട് കേകയപുത്രിയ അമ്മയ്ക്ക് മൽപിത 2 വരം കൊടുത്തിടിനാൻ. ഒന്ന് ഭരതനെ വാഴിക്കുന്നതും എന്നെ വനത്തിന് അയക്കുന്ന മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ. സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ട് കൗസല്യ പാരിൽ മോഹിച്ചു വീടിനാളാകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞുടൻ തന്നുടെ നന്ദനൻ തന്നോട് ചൊല്ലിനാൾ. ഇന്നു നീ കാനനത്തിന് പോയിടുകിൽ എന്നെയും കൊണ്ടുപോകണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ ദണ്ഡകാരുണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിന് പോയിടുവൻ. പൈതലെ വേറിട്ട് പോയ പശുവിനുള്ള ആദി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴണം ഭാരതനെന്നാകിൽ നീ കാടുവാഴണം എന്തുകൊണ്ടോ വിധിമതം. നാടുവാഴണം ഭാരതൻ എന്നാകിൽ നീ കാടുവാഴണമെന്നുണ്ടോ വിധിമതം. എന്തു പിഴച്ചതു കൈകേയിയോട് നീ ചിന്തിക്ക ഭൂപനോടും കുമാര ബലാൽ. താതനും ഞാനും ഒക്കെ ഗുരുത്വം കൊണ്ട് ഭേദം നിനക്ക് ചെറ്റില്ലെന്ന് നിർണയം. പോകണമെന്ന് താതൻ നിയോഗിക്കയിൽ ഞാൻ പോകരുതെന്ന് ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നുടെ വാച ഗമിക്കുന്നതാകിലോ ഞാനും എൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ. മാനവവംശവും ഇന്നേ മുടിഞ്ഞു പോവും. തത്ര കൗസല്യ വചനങ്ങൾ ഇങ്ങനെ ചിത്തതാപേന കേട്ടൊരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിന ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ. ആകുലം എന്തിതു കാരണമുണ്ടാവാൻ. ഭ്രാന്ത ചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രിഭാഹീനം ഷടപ്രിയം ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിബന്ധികളായുള്ളവരെയും ഒക്കവേ അന്തകൻ വീട്ടിനയച്ച അഭിഷേകം ഒരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. ബന്ധമില്ലേതു ഇതിന് ശോകിപ്പതിന് അന്തർമുത വസിച്ചിടുക മാതാവേ. ആര്യപുത്ര അഭിഷേകം കഴിച്ചിടുവൻ ശൗര്യം എനിക്ക് അതിനുണ്ടെന്ന് നിർണയം. കാര്യമില്ലാത്തത് ചെയ്യുന്നത് ആകിൽ ആചാര്യനും ശാസനം ചെയ്യുന്നതേ വരൂ. യുദ്ധം പറഞ്ഞു ലോകത്രയം തദ്രൂഷാദഗ്ധമാർ സൗമിത്രി നിൽക്കുന്നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്ന് നന്ദിച്ചു ഗാഠമായ ആലിംഗനം ചെയ്ത് സുന്ദരൻ ഇന്ദിര മന്ദിര വത്സനാനന്ദ സ്വരൂപൻ ഇന്ദിന്ദിര വിഗ്രഹൻ ഇന്ദീവരാക്ഷ നിദ്രാതി വൃന്ദാരക വൃന്ദ വന്ധ്യാഘ്രീക്മ അരവിന്ദൻ പൂർണ്ണ ചന്ദ്രബിംബാനനൻ ഇന്ദു ചൂടർപ്രിയൻ വൃന്ദ മന്ദാരദാരൂപമൻ വൃന്ദ മന്ദാരദ അരൂപമൻ
എന്നുവെച്ചാൽ രൂപമില്ലാത്തവൻ. ഭഗവാൻ രൂപമില്ല, അരൂപമൻ. വൃന്ദാര വൃന്ദ മന്ദാരത അരൂപമൻ. ഇത്രയാണ് ഇന്ന് വായിക്കേണ്ടുന്നത്. അത് എല്ലാ മക്കളും ഇത് ഇങ്ങനെ ഞാൻ വായിച്ച് ഒക്കെങ്കിലിടാം, സൗണ്ട് അല്ലാതെ അർത്ഥം പറയാൻ സമയം പോകുന്ന മാത്രമല്ല തൊണ്ട അടപ്പുണ്ടാകുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇത് അർത്ഥമുള്ളത് ഞാൻ ഇച്ചിരി മുമ്പേ ഇട്ടിട്ടുണ്ട്, എങ്കിലും ഇത്രയും വായിക്കണമെന്നുള്ള മക്കൾക്ക് വേണ്ടി ഇതിടുന്നു. നാളെയും ഒക്കെങ്കിലും ഇങ്ങനെ ഇടും. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം മക്കളെ. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എനിക്ക് തൊണ്ടയ്ക്ക് വെച്ച് ചെറിയ പനിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിന്ന്, എന്നാൽ എൻ്റെ മക്കൾക്ക് വേണ്ടി, ഇത് വായിക്കുന്ന മക്കൾക്ക് വേണ്ടി ഇത് ഇടുന്നു. എല്ലാവർക്കും നമസ്കാരം മക്കളെ. എല്ലാവർക്കും സുഖം ഭവിക്കണം. എനിക്ക് എല്ലാവരുടെയും പേരൊന്നും ഇതിൽ പറയാനുള്ള സമയമില്ല. എല്ലാവരെയും ഞാൻ ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തി സമാധാനം ഉണ്ടാകണം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം വേണം. ഇന്ന് നമുക്ക് ഈ മാസം അങ്ങനെ ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ ഞാൻ ഇടും. ഇത് ഇങ്ങനെ പോട്ടെ. അർത്ഥം ഞാൻ ആവുന്ന ദിവസങ്ങളിൽ ഞാൻ ഇടുന്നുണ്ട്. ഇത്ര ഇട്ടതിൻ്റെ ബാക്കി ഇന്നിച്ച് മുമ്പേ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയോട്ട് ഞാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞ് ഇടുന്നുണ്ട്. കാരണം മക്കൾക്ക് അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഒക്കെത്തോളം ഞാൻ അത് ചെയ്യുന്നുണ്ട്. ആരും ഖേദിക്കേണ്ട. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടെന്ന് ഉറപ്പാണ്. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.